ആലപ്പുഴ അരൂരിൽ ഷാനിമോൾ ഉസ്മാനെതിരെ പോസ്റ്റർ പ്രതിഷേധം. അരൂരിൽ അരൂരുകാർ UDF സ്ഥാനാർത്ഥിയാകട്ടെ എന്നും ലാഭം കൊയ്യാൻ പറന്നിറങ്ങുന്ന ദേശാടന പക്ഷികളെ UDF സ്ഥാനാർത്ഥിയായി വേണ്ടെന്നുമാണ് പോസ്റ്ററിലുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അരൂരിൽ സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാന്റെ പേര് ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് പോസ്റ്റർ പ്രചരിക്കുന്നത്. പ്രാദേശിക പാർട്ടിയും ഷാനിമോളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കെയാണ് സംഭവം. കായംകുളത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചും പോസ്റ്ററുകൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് അരൂരും പോസ്റ്റർ ഉയർന്നത്. കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്ററുകൾ പ്രചരിച്ചത്. സംഭവത്തിൽ മുരളീധരനോട് കായംകുളത്ത് മത്സരിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ കുഴിയിൽ ചാടാനില്ലെന്നും അതിനുള്ള മൂടില്ലെന്നുമായിരുന്നു മുരളീധരന്റെ മറുപടി. കേരളത്തിന്റെ മതേതര മുഖമായ കെ മുരളീധരനെ കായംകുളത്തിന് തരിക എന്നായിരുന്നു പോസ്റ്ററിലെ ആവശ്യം. ആലപ്പുഴയിൽ കെ കരുണാകരനും കെ മുരളീധരനും ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഇടമാണ് കായംകുളം. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നാദാപുരത്ത് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്റർ ഉയർന്നത്. നാദാപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളിയെ പരിഗണിക്കുന്നുവെന്ന വാർത്ത വരുന്നതിനിടെയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മുല്ലപ്പള്ളിയെ നാദാപുരത്ത് ആനയിക്കുന്ന നാദാപുരത്തെ ലീഗിന്റെ മണ്ഡലം നേതൃത്വത്തോട് നാദാപുരത്ത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കും തീർച്ച എന്നാണ് പോസ്റ്ററിൽ പറഞ്ഞത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയസ്സ് 82, 7 തവണ MP, 2 തവണ കേന്ദ്രമന്ത്രി, KPCC പ്രസിഡന്റ്, AICC സെക്രട്ടറി. ഇനിയും അധികാരക്കൊതി തീർന്നില്ലേ എന്നും ചോദിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിശ്രമ ജീവിതം തുടരട്ടെ എന്ന പോസ്റ്റർ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കൾ മത്സരിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞതിന് പിന്നാലെയാണ് പോസ്റ്റർ വന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പോസ്റ്റർ രാഷ്ട്രീയമാണ് ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുന്നത്.